ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഡേ 4 അറ്റ് ബാംഗ്ലൂരാണ്. ഇത് നമ്മൾ വലിയ പ്ലാനൊന്നുമില്ല. ഫസ്റ്റ് ഡിമാർട്ടിക്ക് പോകണം. ഡിമാർട്ടിൽ പോയി ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അഞ്ചു ചേച്ചിയുടെ വീട്ടിലേക്ക് പോകണം, അച്ഛൻ്റെ ചേച്ചിയുടെ മോൾ. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ ഇന്നത്തെ ഡേയും നാളെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ കുറച്ച് വേറെ റിലേറ്റീവ്സിൻ്റെ വീടുണ്ട്, അവിടെയും കൂടെ പോകണം. അത്രയ്ക്കാണ് മെയിൻ പരിപാടി ഇന്നത്തെ. നാളെ ഇനി എന്താ ഷോപ്പിംഗ് കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റൊക്കെ അവിടെ അടുത്ത് തന്നെയാണ് അവരുടെ വീടിൻ്റെ. അപ്പോൾ ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ 1.25 മണിക്കൂറുണ്ട് ചേച്ചിയുടെ വീട്ടിലോട്ട്. അപ്പം അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ അല്ലെങ്കിൽ പോകുന്ന വഴിക്കുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സൺസ്ക്രീൻ തേച്ച് തരും. ലിബാം ചാറ്റ ടു കകളിപ്പുര, അടുത്തത് ടു ഹൊറമാവ്. ബാംഗ്ലൂർ ഡിമാർട്ടിലാണ്. Hey man, hey. ബാംഗ്ലൂരുള്ളവർക്കൊക്കെ ഡിമാർട്ട് ഒരുവിധം അറിയുമായിരിക്കും. നമുക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനങ്ങൾ തന്നെയാണ് കേട്ടോ ഇവിടെ കിട്ടുന്നതൊക്കെ. ഇവിടുന്ന് വാങ്ങിക്കുന്ന സാധനമൊക്കെ അത്യാവശ്യം നമുക്ക് ഈട് നിൽക്കാറുണ്ട്. നമ്മൾ കുറേ വട്ടം യൂസ് ചെയ്യുമ്പോഴും ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ കുറച്ച് ഡ്രസ്സസ് ഇവിടുന്ന് എടുത്തിരുന്നു. ഈ ഡ്രസ്സ് എനിക്ക് കളറൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷേ എൻ്റെ കൈയിൻ്റെ ഫിറ്റിംഗ് അത്ര പോരായിരുന്നു, അതുകൊണ്ട് അത് എടുത്തില്ല. പിന്നെ ഈ കോസ്മെറ്റിക് പ്രോഡക്റ്റ്സും പിന്നെ നമ്മളെ ഡെയിലി വീട്ടിലോട്ട് വേണ്ട ആവശ്യത്തിനുള്ള സാധനവും കിട്ടാത്തതായിട്ടൊന്നുമില്ല കേട്ടോ. എല്ലാ സാധനവും നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ അവിടെ കിട്ടും. നമ്മൾ ഒരുപാട് സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പിന്നെ പുറത്തിറങ്ങി ഐസ്ക്രീം എല്ലാവരും നമ്മുടെ ഈ മെക്ഡീത്തെ സോഫ്റ്റിയൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിയതാണ്, പക്ഷേ അതുപോലെയൊന്നും ആയിരുന്നില്ല. അത്ര നല്ല ടേസ്റ്റൊന്നും ആയിരുന്നില്ല. ഒരു ലോക്കൽ ഫീൽ ഉണ്ടായിരുന്നു ഐസ്ക്രീമിന്. പക്ഷെ എന്നാലും നമ്മൾ ഐസ്ക്രീം ആയതുകൊണ്ട് വേസ്റ്റ് ചെയ്യാതെ എല്ലാവരും കഴിച്ചു കേട്ടോ. അപ്പം മെയിനായിട്ട് ഡിമാർട്ടിൽ കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവന്റെ കൂട്ടറെ കാലിന് പരിക്കായി ഗായ്സ്. എല്ലാ സാധനങ്ങളും ഞാൻ കിൻഡർ ജോയ് കുഞ്ഞിന്റെ കാലിന് തട്ടിയതിന് ഞാൻ വാങ്ങിക്കൊടുത്ത കിൻഡർ ജോയ്. എല്ലാരും കിൻഡർ ജോയ് കഴിക്കാണ്. എന്തൊക്കെ കിട്ടിയത്? ഓ ഡൈനോസർ കാർ. വാ കണ്ണൻ എന്തെട്ടി? ഇനി ഇതാ ഒരു പോത്തും കുട്ടിയും കൂടി ഉണ്ട് ഇവിടെ. തുറക്കൂ. ആ പാക്കറ്റ് ഇതാ ചുണ്ണാപ്പിയാന്ന വിചാരം. PG കഴിഞ്ഞ് ജോലിയും കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഇപ്പൊ കിൻഡർ ജോയ് എടുത്ത് കളിച്ചോണ്ടിരിക്കുവള്. അങ്ങനെ ഒരു വലിയ ഷോപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അധികം നോൺ വെജ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് നമ്മൾ വെജ് തന്നെയായിരുന്നു ഓർഡർ ചെയ്തത്. അവിടുത്തെ സ്പെഷ്യൽ നോർത്ത് ഇന്ത്യൻ താലിയായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത്. ഫസ്റ്റ് ഒരു ടൊമാറ്റോ സൂപ്പൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അബദ്ധമായിരിക്കുന്നു, പക്ഷേ ബാക്കി ഫുഡെല്ലാം വിഭവങ്ങളെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിച്ച് അത്യാവശ്യം വലിയ താലിയായിരുന്നു. ഞാനും അമ്മയും സെയിം താലിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും ഡിഫറെൻ്റ് ആയിരുന്നു. അങ്ങനെ അവർ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ ചേച്ചിയുടെ വീട്ടിലോട്ട് തിരിച്ചു. ഗൂഗിൾ കമ്പനിയുടെ ഗൂഗിൾ പൊന്നു നിങ്ങളുടെയൊക്കെ ജോലി വാങ്ങിയല്ലേ. ശരി.
പറയൂ. ഞങ്ങളങ്ങനെ വീട്ടിലല്ല ഫ്ലാറ്റ് രേഖാമിക്ക് വാങ്ങിച്ചതാണ്. അത് ഇത്തിരി ഇച്ചിരി കഴിച്ചു ഞാൻ കൊടുക്കല്ലേ. ആമിമോളൂ എവിടെ ആമിമോൾ എവിടെ? ചുന്തിരിമോൾ എവിടെ? എവിടെ കുഞ്ഞു ചുന്തിരിമോള്? എവിടെ ചുന്തിരി? എന്താ അറിയടാ കുട്ടാ, നമുക്ക് ഇവിടെ പാർക്കിംഗ് കിട്ടൂല മാൻ. റൈറ്റിലോട്ട് നീ എടുക്കണം, നമുക്ക് നടന്നു പോകാനുള്ള റൈറ്റിലോട്ടോ. വണ്ടി എടുക്കുമായിരിക്കോ? നാളെ കണ്ടിട്ട് എനിക്ക് വണ്ടി എടുക്കാൻ. ചർച്ച് സ്ട്രീറ്റിലാണ്. ചർച്ച് സ്ട്രീറ്റ്. എവിടെയാണ് ഗായ്സ്? എവിടെയാണ് ഗായ്സ്? ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് നല്ല വൈബായിരുന്നു കേട്ടോ. ചർച്ച് സ്ട്രീറ്റ് ഫുള്ള് ആൾക്കാരെല്ലാവരും ഇറങ്ങി. പക്ഷെ നമ്മൾ എത്തിയ ടൈം ചെറുതായിട്ടൊന്ന് പാളിയായിരുന്നു. കാരണം ഏകദേശം ഒരു ക്ലോസിങ് ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചെറുതായിട്ട് ലൈറ്റൊക്കെ ഇങ്ങനെ ഓഫ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വന്നിറങ്ങിയപ്പോൾ ഉള്ള വൈബ് ഭയങ്കര അടിപൊളിയായിരുന്നു. ശരിക്കും ഞെട്ടി, ഫുൾ ലൈറ്റും ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ കേട്ടോ. പോണു. ചാംസ് വാങ്ങുകയാണ് പൊന്നൂസ്. ചാംസ്, മഹാത്മാഗാന്ധി റോഡ്. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ ചാംസിൻ്റെ ഒരു ബ്രേസ്ലെറ്റ് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കണമെന്ന്. അപ്പം നമ്മൾ സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിരുന്നു ഈ വ്ളോഗ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന്. പക്ഷേ ഇപ്പം ആലോചിക്കുമ്പോൾ അയ്യോ അന്ന് അത്രയും പൈസ കൊടുത്ത് ഇതൊന്നും ചെയ്യേണ്ടായിരുന്നു എന്നുള്ള തോന്നലുണ്ടായിരുന്നു. പക്ഷേ രസമുണ്ടായിരുന്നു കേട്ടോ. അവർ ഞാൻ സെലക്ട് ചെയ്ത സംഭവങ്ങളൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ടൊരു ബ്രേസ്ലെറ്റ് അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കി തന്നു. കാണാനും നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മൾ 400 രൂപയ്ക്ക് ഈ ഒരു ബ്രേസ്ലെറ്റ് വാങ്ങിച്ച് നമ്മൾ അവിടെ നിന്ന് ഏകദേശം തിരിച്ചു കേട്ടോ. ആ റോസ് ഗോൾഡ് പിന്നെ ഞാൻ ഇരുട്ടത്ത് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ പുറത്തിറങ്ങിയപ്പോഴാണ് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ അവിടെ തൊട്ടടുത്തുള്ള ഒരു മലയാളി ഷോപ്പിൽ ചെന്നിട്ട് ജ്യൂസും പിന്നെ അതൊരു കാത്തി റോളാണെന്ന് തോന്നുന്നു. കാത്തി റോളല്ല, ഈ ഷവർമയുടെ പോലെ ഒരു റോള്, പക്ഷെ ഭയങ്കര ഉള്ളിൽ കൂടുതൽ ഫില്ലിങ്സ് ഒക്കെ ആയിട്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഭയങ്കര സ്പൈസി ആയിരുന്നു ഐറ്റം. അങ്ങനെ ചർച്ച് സ്ട്രീറ്റിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിക്കാനുള്ള പ്ലാനായിട്ടോ. അപ്പം നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ആഫ്റ്റർ ഷോപ്പിംഗ് ബാക്ക് ടു അഞ്ജു ചേച്ചീസ് ഫ്ലാറ്റ്. അവിടെയൊക്കെ നിറയെ ക്രിസ്മസ് ഡെക്കോറൊക്കെ ചെയ്ത് നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല തണുപ്പുണ്ട്. സമയം 11:30 ആവാനായി. ഞങ്ങൾ ബൈ, ഗുഡ് നൈറ്റ്. അപ്പൊ ഇന്നത്തെ കഴിഞ്ഞു. എൻഡ് ചെയ്യാണ്. അപ്പൊ നാളെ കാണാം വേറൊരു വ്ളോഗ്. ഡേ 5 നാളെ. ബൈ. ചിലപ്പോൾ ഞങ്ങൾ ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്യായിരിക്കും. കാരണം ഓരോ ഡേയ്സിന്റെ സെപ്പറേറ്റ് വീഡിയോ എടുക്കാനുള്ള കണ്ടന്റ് കിട്ടിയിട്ടുണ്ടോന്ന് അറിയില്ല. സോ ഇല്ലെങ്കിൽ ഞങ്ങൾ കണ്ടന്റ് എടുക്കും. കാണാൻ അവർ റെഡിയാണ്. ക്ലബ് ചെയ്തിട്ട് ഇടും ഒരു വീഡിയോ ആയിട്ട്. ഓക്കെ, അപ്പോൾ നാളെ കാണാം. ബൈ.